നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം 21-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. 21-ാമത്തെ ശ്ലോകം. ഋഗ്ഘോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർകൾ ഇപ്പാവയെന്നു പറയുന്നാകിലും മനസ്സി അവോ നമുക്കു തിരിയായെന്നുറച്ചു തിരു നാമങ്ങൾ ചൊല്ലു ഹരിനാരായണായ നമ. നാരായണായ 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 നമ. ഓം നമോ നാരായണായ. ചിലർ ഋഗ്ഘോഷനെന്നു ഭാഷിക്കലും ചിലർ കളിപ്പാവയെന്നു ഭാഷിക്കലും ആവോ നമുക്ക് തിരിയായെന്നു മനസ്സിൽ ഉറച്ചുകൊണ്ട് തിരുനാമങ്ങൾ ചൊല്ലുകയാണ് നമ്മുടെ കർത്തവ്യം. ആരെന്തു വേണമെങ്കിലും പറയട്ടെ, നാം തിരുനാമങ്ങൾ ചൊല്ലുക തന്നെ വേണം. ഋകാരത്തിനും ഒരു അർത്ഥമുണ്ട്. നിന്ദാസൂചകമായ ദ്യോതക ശബ്ദമാണ് അത്. ആളുകൾ എത്ര ഭോഷനെന്നോ അറിവില്ലാത്തവനെന്നോ പറഞ്ഞാലും എനിക്കാ വക വ്യത്യാസങ്ങളും പരിഹാസങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ള ഉറപ്പോടുകൂടി ഒരുവൻ നാമജപം നടത്താൻ ബാധ്യസ്ഥനായി തീരണമെന്നാണ് ആചാര്യൻ്റെ അഭിപ്രായം. പരിഹാസങ്ങളോട് മാത്രമല്ല, പരിഹാസ ജൽപ്പനങ്ങൾ നടത്തുന്നവരോടും ഉപേക്ഷയാണ് ഭക്തന് ആവശ്യം. അങ്ങനെ പരിഹസിക്കുന്നവരെ കണക്കാക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവയൊന്നും ഭക്തൻ്റെ മനസ്സിൽ പ്രവേശിക്കരുത്. യാതൊരു ഭേദചിന്തയും അയാൾക്ക് പാടില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പരിഹസിക്കാൻ എപ്പോഴും ആളുകൾ കാണും. നല്ലത് ചെയ്യുന്നവരെയാണ് എപ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതുമല്ല. കലിയിൽ തിന്മയാണല്ലോ മുക്കാൽ പങ്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കലികാലത്തിൽ ഇത്തരം പരിഹാസങ്ങൾ കൂടിയിരിക്കും. നന്മ തിന്മകൾ വേർതിരിച്ച് തിന്മയെ ഭയപ്പെടുകയോ പരിഗണനാർഹമാക്കുകയോ അല്ല ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന ഒരുവൻ്റെ ലക്ഷ്യം. നന്മ തിന്മകളുടെ വിവേചനം തന്നെ മായ മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ അതിൽ അഹന്ത ഉണ്ടായിരിക്കും. അഹന്തയുണ്ടായാൽ നിലം പതിച്ചു പോവുകയേ ഉള്ളൂ. വീണ്ടും സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങുകയായിരിക്കും. അതുകൊണ്ട് പരിഹാസങ്ങളോ കളിയാക്കലുകളോ ഒന്നും മനസ്സിൽ പ്രവേശിക്കാതെ യോഗസ്ഥമായി അന്തരംഗത്തെ നമ്മളെപ്പോഴും വെച്ചുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നാമരൂപത്തിൽ മുഴുകുന്ന ഒരു അന്ധക്കരണം അതിൻ്റെ സ്വഭാവം ഉപേക്ഷിച്ച് അന്തർമുഖമായി ഈശ്വരാഭിമുഖമായി തീർന്ന് തന്മയീഭാവം താനെ പൂണ്ടുകൊള്ളും. നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് അജ്ഞത കൊണ്ടാണ്. പരിഹാസത്തെ അങ്ങനെ കൈക്കൊള്ളുന്നതും അജ്ഞത നിമിത്തമാണ്. അപ്പോൾ പരിഹസിക്കുന്നവനും പരിഹസിക്കപ്പെടുന്നവനും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല. പിന്നെ നാമജപത്തിൻ്റെ ആവശ്യം തന്നെ പിന്നെ ഉണ്ടാകുന്നില്ല.
ഏതിൽ പ്രവേശിക്കുന്നുവോ അതിൽ ശ്രദ്ധയാണ് നമുക്കുണ്ടാകേണ്ടത്. ശ്രദ്ധയുണ്ടായാൽ മറ്റൊന്നും തന്നെ ചിന്തയിൽ പ്രവേശിച്ച് നമ്മെ അലട്ടുകയില്ല. ഗുണദോഷങ്ങളോ ധർമാധർമ്മങ്ങളോ നാം പരിഗണിക്കുകയുമില്ല. ഇതൊക്കെയാണ് ഒരു സാധകൻ്റെ ലക്ഷ്യം. ഈശ്വരനിലെത്താൻ വേണ്ട സാധന നിരന്തരവും ആവേശപൂർവവും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരുവൻ്റെ വ്രതം, എല്ലാവരുടെയും വ്രതം. 20ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. 21ാമത്തെ ശ്ലോകം. റിഘോഷനെന്നു ചിലർ ഭാഷിക്കിലും ചിലർകൾ ഇപ്പാവയെന്നു പറയുന്നാകിലും മനസ്സി അവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊല്ലു ഹരിനാരായണായ നമ. ചിലർ ഋഗ്ഭോഷന് നാരായണായ നമ 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 നാരായണായ നമ.